നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ സ്മരണയിൽ തൊഴിലാളി വർഗം. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ദിനം ആചരിക്കുന്നത്. 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായി മെയ് 1 ആഘോഷിക്കണമെന്ന ആശയമുണ്ടായത് 1856 ഓസ്ട്രേലിയയിലാണ്. ഇതിന്റെ പ്രചോദനം അമേരിക്കയിൽ നിന്നും ഉണ്ടായതാണെന്ന ഒരു വാദവുമുണ്ട്. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നു. അഴിമതി കേസിൽ അറസ്റ്റിലായ റേഞ്ച് ഓഫീസറെ തിരിച്ചെടുത്തു. അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം പാലോട് റേഞ്ച് ഓഫീസറെ തിരിച്ചെടുക്കാൻ വനമന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടൽ. ഈ മാസം 30-ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥന് സർവീസ് ആനുകൂല്യം ലഭിക്കാനാണ് തിരക്കിട്ടുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള ഉത്തരവിറക്കിയത്. പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെയാണ് വനമന്ത്രിയുടെ ഇടപെടലിലൂടെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. നിരവധി കേസിലെ പ്രതിയായ സുധീഷ് കുമാറിനെ പിരിച്ചുവിടാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവും വനമന്ത്രി ഇടപെട്ട് തള്ളിയെന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട ഏനാത്ത് ഭർത്തൃ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏനാത്ത് സ്വദേശി ബിജീഷ് എന്നയാളുടെ ഭാര്യ ലിനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉറങ്ങാൻ കിടന്ന ലിനു രാവിലെ മരിച്ച നിലയിലായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ല. ഉമ്മ ചക്ക മുറിക്കുന്നതിന് സമീപം കളിച്ചുകൊണ്ട് നിന്നു. കാൽ തന്നെ വീണത് കൊടുവാൾ കടുപ്പിച്ച പലകയിലേക്ക്. 8 വയസ്സുകാരന് ദാരുണാന്ത്യം. കാസർഗോഡ് വിദ്യാനഗറിൽ 8 വയസ്സുകാരന് ദാരുണാന്ത്യം. വിദ്യാനഗർ പാടിയിൽ ഉമ്മ ചക്ക മുറിക്കുന്നതിനിടെ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. പാടി വെള്ളൂറുടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ് ആണ് മരിച്ചത്. കളിക്കുന്നതിനിടെ കാൽ തന്നെയാണ് കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീണത്. കൊടുവാൾ കടുപ്പിച്ചു വെച്ച പലകയിൽ വെച്ചാണ് ചക്ക മുറിക്കുന്നത്. ഇതിലേക്കാണ് കുട്ടി വീണത്. ഇരട്ട കുട്ടികളിൽ ഒരാളാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ആഴത്തിൽ മുറിവേറ്റ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാചകവാതക സിലിണ്ടറിന് വില കുറച്ച എണ്ണ കമ്പനികൾ. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത്. 15.50 രൂപയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വിലകൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഗുണം ചെയ്യും.